നമസ്കാരം, ഞാൻ ജയമോഹനാണ്. എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവമാണ് മുത്തപ്പൻ എന്നാണ് പറയാറ്. വന്നവരെ മടക്കുകയില്ല, പോന്നവരെ വിളിക്കുകയില്ല എന്ന പ്രസിദ്ധമായ മുത്തപ്പൻ മൊഴിയിൽ നിന്ന് ആശയപരമായി എത്ര ഔന്നത്യത്തിലാണ് മുത്തപ്പ ദൈവസങ്കല്പം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയനായ ദൈവമായാണ് ഉത്തര കേരളത്തിൽ മുത്തപ്പനെ വിശേഷിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ദൈവസങ്കല്പങ്ങളിൽ മുത്തപ്പൻ ദൈവത്തിന് പരമപ്രധാന സ്ഥാനം തന്നെയാണുള്ളത്. മുത്തപ്പൻ ദൈവത്തിൻ്റെ തെയ്യം കെട്ടിയാടാത്ത ഒരു നാട് പോലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടാവില്ല. എണ്ണിയാലൊടുങ്ങാത്ത മുത്തപ്പൻ മടപ്പുരകൾ വടക്കൻ കേരളത്തിലുണ്ട്. മുത്തപ്പൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കണ്ണൂർ ജില്ലയിലെ എരിവേശി ഗ്രാമത്തിലെ പ്രശസ്തമായ ഒരു ഇല്ലമായിരുന്നു അയ്യങ്കര. അയ്യങ്കര ഇല്ലത്തിലെ വാഴുന്നോർക്കും പത്നി പാടിക്കുറ്റി അന്തർജനത്തിനും കുട്ടികളില്ലായിരുന്നു. ശിവഭക്തനായ പാടിക്കുറ്റി അന്തർജനം സന്താനഭാഗ്യത്തിനായി നിരന്തരം പ്രാർത്ഥനകളും പൂജകളും നടത്തി. ഒരു നാൾ പാടിക്കുറ്റി അന്തർജനത്തിന് സ്വപ്നത്തിൽ ശിവദർശനമുണ്ടായി. പിറ്റേ ദിവസം അരുവിയിൽ കുളിച്ചു വരവെ അരുവിക്കരയിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത് അവർ കണ്ടു. അത് ശിവഭഗവാൻ തന്ന സൗഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ പാടിക്കുറ്റിയമ്മ ആ കുഞ്ഞിനെ ഇല്ലത്തേക്ക് കൊണ്ടുവന്നു. അയ്യങ്കര വാഴുന്നവരും പാടിക്കുറ്റിയും ആ കുട്ടിയെ സർവ്വ സൗഭാഗ്യങ്ങളും കൊടുത്ത് സ്വന്തം മകനെ പോലെ വളർത്തി. എന്നാൽ വളർച്ചയുടെ ഓരോ ഘട്ടം കഴിഞ്ഞപ്പോഴും അവൻ ഇല്ലത്തെ ബ്രാഹ്മണ ആചാരങ്ങൾ ഒന്നും പാലിച്ചില്ല. അവൻ ഇല്ലത്തിനടുത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോട് ചങ്ങാത്തം കൂടുകയും കാട്ടിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്തു. അയ്യങ്കര ഇല്ലത്തുള്ളവർ ഇതിൽ നിരാശരാവുകയും കുട്ടിയോട് ഇല്ലത്തിലെ ആചാരം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവൻ അതിന് തയ്യാറായില്ല. അയ്യങ്കര വാഴുന്നവരും പാടിക്കുറ്റിയും അതീവ ദുഃഖിതരായി. അത് മനസ്സിലാക്കി കുട്ടി ഒരു നാൾ തൻ്റെ വിശ്വരൂപം മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തു. അമ്പും വില്ലുമണിഞ്ഞ് ജ്വലിക്കുന്ന തീക്കണ്ണുകളോട് കൂടിയ ദിവ്യരൂപം കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. അവർ അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു. മകൻ തൻ്റെ അവതാര ലക്ഷ്യം മാതാപിതാക്കളോട് പറയുകയും അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. ഭഗവാന്റെ കണ്ണിലെ തിളക്കം സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ യാത്രയാകുമ്പോൾ പാടിക്കുറ്റിയമ്മ ഭഗവാനെ ലോഹം കൊണ്ടുള്ള ഒരു പൊയ്ക്കണ്ണ് സമ്മാനിച്ചു. മലനാട്ടിൽ യാത്ര ചെയ്ത ഭഗവാൻ കുന്നത്തൂർ പാടി എന്ന സ്ഥലത്തെത്തി. ഒരുപാട് പനകളുള്ള പനങ്ങൾ സുലഭമായി ലഭിക്കുന്ന പ്രകൃതി രമണീയമായ കുന്നത്തൂർ പാടിയിൽ ഭഗവാൻ താമസമാക്കി. പിന്നെ പതിവായി പനമരത്തിലെ കള്ളുകുടത്തിൽ നിന്നും കള്ളെടുത്ത് കുടിക്കുകയും ചെയ്തു. സ്ഥിരമായി തൻ്റെ പനയിൽ നിന്നും കള്ള് മോഷണം പോകുന്നത് മനസ്സിലാക്കിയ ചന്ദൻ എന്ന യുവാവ് തൻ്റെ പനമരങ്ങൾക്ക് കാവൽ നിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ പനയിൽ നിന്നും കള്ള് കുടിക്കുന്ന വൃദ്ധനെ ചന്ദൻ കണ്ടു. ഇതിൽ കോപാകുലനായ ചന്ദൻ തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലുമെടുത്ത് വൃദ്ധന് നേരെ തൊടുക്കുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ ദിവ്യശക്തിയാൽ ചന്ദനെ ഒരു ശിലയാക്കി മാറ്റി. ഏറെ നേരമായിട്ടും തൻ്റെ ഭർത്താവിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയ ചന്ദൻ്റെ ഭാര്യ ആളടിയാത്തി കണ്ടത് പനമരത്തിനടുത്ത് ശിലയിൽ നിൽക്കുന്ന ചന്ദനെയാണ്. ഏറെ വിഷമത്തോടെ ചുറ്റും നോക്കിയപ്പോൾ മരത്തിനു മുകളിൽ അവൾ ഒരു വൃദ്ധനെ കണ്ടു. കരഞ്ഞുകൊണ്ട് മുത്തച്ഛൻ എന്ന അർത്ഥത്തിൽ എൻ്റെ മുത്തപ്പ എന്നവർ വിളിച്ചു. ഭഗവാൻ അവളുടെ വിളി കേൾക്കുകയും അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചന്ദന് പുനർജന്മം നൽകി. അങ്ങനെ ഭഗവാൻ മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ചന്ദനും ഭാര്യയും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന കള്ളും പുഴുങ്ങിയ ധാന്യവും ഉണക്കമീനും തേങ്ങാപ്പൂളും മുത്തപ്പന് നിവേദ്യമായി അർപ്പിച്ചു. കുന്നത്തൂർ പാടിയിൽ കുറേ വർഷങ്ങൾ താമസിച്ചതിന് ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്നും മുത്തപ്പൻ ആകാശത്തേക്കൊരു ശരം തൊടുത്തു വിട്ടു. ആ ശരം പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്ത് ചെന്ന് പതിച്ചു. കാഞ്ഞിലെ കുറ്റിയിൽ തറച്ചു കിടന്ന തിളക്കമാർന്ന ആ അസ്ത്രം വണ്ണാൻ സമുദായത്തിലുള്ള ഒരാൾ കണ്ടു. ആ അസ്ത്രത്തിൽ എന്തോ ഒരു അസാധാരണത്വം ഉണ്ടെന്നും അയാൾക്ക് തോന്നി. വണ്ണാൻ സ്ഥല ഉടമയായ കുന്നുമ്മേൽ തറവാട്ടിലെ കാരണവരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ഭയഭക്തിയോടെ അസ്ത്രം കാണാനെത്തിയ കാരണവർക്ക് മുത്തപ്പൻ്റെ ദർശനം ലഭിച്ചുവെന്നും കാരണവർ മുത്തപ്പന് മടപ്പുര പണിത് നൽകുകയും ചെയ്തു എന്നാണ് കഥ. മുത്തപ്പൻ അന്ന് തൊടുത്തുവിട്ട ആ ശരം ഇന്നും പറശ്ശിനിക്കടവിലെ ആൽത്താരയിലുണ്ടെന്നാണ് വിശ്വാസം.
മുത്തപ്പന് പണ്ടുകാലത്ത് 308 മടപ്പുരകളാണ് ഉണ്ടായതെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് എണ്ണിയാൽ തീരാത്ത മടപ്പുരകൾ മുത്തപ്പന് ഉണ്ട്. പൈങ്കുറ്റി, അകത്ത് ഏകപൂജ, പുറത്ത് വെള്ളാട്ടം, തിരുവപ്പന, മറയൂട്ട്, മധുകലശം എന്നിങ്ങനെ പലവിധം മുത്തപ്പൻ ആരാധനാ രീതികളുണ്ട്. ഭാവിന് പൂർവികർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പടിഞ്ഞാറ്റയിൽ വെച്ച് നൽകുന്നത് പോലെ മുത്തപ്പന് ഇഷ്ടമുള്ള സാധനങ്ങൾ നിവേദിക്കുന്ന ആരാധനയാണ് പൈങ്കുറ്റി. കുന്നത്തൂർ പാടിയിൽ വെച്ച് ചന്ദനും ഭാര്യയും മുത്തപ്പന് അർപ്പിച്ച പ്രസാദമാണ് പൈങ്കുറ്റിക്ക് മുത്തപ്പന് നിവേദിക്കുന്നത്. മുത്തപ്പന് നിവേദ്യം വയ്ക്കുന്നതിനെ മുതിർക്കുക എന്നാണ് പറയാറ്. പുഴുങ്ങിയ ധാന്യങ്ങൾ, മണിപ്പയറോ കടലയോ ചെറുപയറോ, ഉണക്കമീൻ, പച്ചമീൻ, കള്ള്, റാക്ക്, വെറ്റില, അടക്ക, മാംസം തുടങ്ങിയവയാണ് മുത്തപ്പന് മുതിർക്കുന്നത്. അടിയാൻ, തീയൻ, വണ്ണാൻ തുടങ്ങിയ സമുദായത്തിലുള്ളവരാണ് പൈങ്കുറ്റി വയ്ക്കുന്നത്. മുത്തപ്പനുമായി ബന്ധപ്പെട്ട പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നത് തീയ സമുദായത്തിൽപ്പെട്ടവരാണ്. കർമ്മങ്ങൾ ചെയ്യുന്നവരെ മടയനെന്നും ഉപകർമ്മങ്ങൾ ചെയ്യുന്നവനെ കലശക്കാർ എന്നും വിളിച്ചു പോരുന്നു. മുത്തപ്പൻ മടപ്പുരകളിൽ സാധാരണ 2 മുത്തപ്പന്മാരെ കാണാറുണ്ട്. വെള്ളാട്ടവും തിരുവപ്പനും. തിരുവപ്പൻ മഹാവിഷ്ണുവും വെള്ളാട്ടം പരമശിവനുമാണെന്നാണ് വിശ്വാസം. തിരുവപ്പൻ തെയ്യത്തിൻ്റെ തിരുമുടിയിൽ മത്സ്യക്കലയും വെള്ളാട്ടം തെയ്യത്തിൻ്റെ തിരുമുടിയിൽ ചന്ദ്രക്കലയും ഉണ്ടാവും. സാധാരണയായി തിരുവപ്പൻ കെട്ടിയാടുന്നത് അഞ്ഞൂറ്റാൻ സമുദായക്കാരും വെള്ളാട്ടം കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായക്കാരുമാണ്. എന്നാൽ പറശ്ശിനിക്കടവിൽ ഇവ രണ്ടും കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരാണ്. ഇങ്ങനെ ഒരു ദൈവത്തിൽ തന്നെ ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന 2 തെയ്യക്കോലങ്ങളായാണ് പറശ്ശിനിക്കടവിലും മറ്റു മടപ്പുരകളിലും മുത്തപ്പൻ കെട്ടിയാടാറുള്ളത്. എന്നാൽ തറവാടുകളിൽ മുത്തപ്പൻ കെട്ടിയാടുന്ന സമയത്ത് ശൈവ സങ്കല്പമായ വെള്ളാട്ടം മാത്രമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനം കുന്നത്തൂർ പാടിയാണെങ്കിലും അവിടെ സ്ഥിരമായി മുത്തപ്പന് മടപ്പുരയില്ല. ഉത്സവം നടക്കുന്ന സമയത്ത് താൽക്കാലികമായ ഓല കൊണ്ടാണ് മടപ്പുര കെട്ടിയുണ്ടാക്കാറ്. സാധാരണയായി വളരെ ലളിതമായ മടപ്പുരകളാണ് മുത്തപ്പനുണ്ടാവുക. സർവ്വ സൗഭാഗ്യങ്ങളും വിട്ടൊഴിഞ്ഞ് സാധാരണക്കാരുടെ കൂടെ ജീവിക്കാനിറങ്ങിയ മുത്തപ്പൻ്റെ ജീവിത സങ്കല്പങ്ങളോട് ചേർന്നു നിൽക്കുന്നത് തന്നെയാണ് മുത്തപ്പൻ്റെ മടപ്പുരകളും. എണ്ണിയാൽ ഒടുങ്ങാത്ത മടപ്പുരകൾ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും അനവധി ആളുകളെത്തുന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ്. മറ്റു മടപ്പുരകൾ പോലെ തന്നെ ജാതി, മത, ലിംഗ ഭേദമന്യേ ആർക്കും ഏത് വേഷത്തിലും ഒരു ഉപാധികളോടും കൂടാതെ വരാൻ കഴിയുന്ന മുത്തപ്പൻ കാവാണ് പറശ്ശിനിക്കടവ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവമാണ് മുത്തപ്പൻ എന്നാണ് പറയാറ്. വന്നവരെ മടക്കുകയില്ല, പോന്നവരെ വിളിക്കുകയില്ല എന്ന പ്രസിദ്ധമായ മുത്തപ്പൻ മൊഴിയിൽ നിന്ന് തന്നെ ആശയപരമായി എത്ര ഔന്നത്യത്തിലാണ് മുത്തപ്പദൈവ സങ്കല്പം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയനായ ദൈവമായാണ് ഉത്തര കേരളത്തിൽ മുത്തപ്പനെ വിശേഷിപ്പിക്കുന്നത്. മുത്തപ്പന് മുന്നിൽ ഭക്തർ നിറകണ്ണുകളോടെ ജാതി മതത്തിന് അതീതമായി അവരുടെ സങ്കടങ്ങളുമായി എത്താറുണ്ട്. കലിയുഗത്തിൽ മഹാവിഷ്ണുവിനെയും ശിവന്റെയും അവതാരമായി മുത്തപ്പൻ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വർഷത്തിൽ എല്ലാ സമയത്തും മുത്തപ്പനെ കെട്ടിയാടാറുണ്ട്. മുത്തപ്പനെ സംബന്ധിച്ച് പല കഥകളും പറഞ്ഞു കേൾക്കാറുണ്ട്. അവയൊന്നും മുത്തപ്പൻ്റെ ശരിയായ സങ്കല്പം വ്യക്തമാക്കുന്നവയല്ല. കുന്നത്തൂർ പാടി മുത്തപ്പൻ്റെ ആദ്യ മടപ്പുരയായി കരുതുന്നു. മുത്തപ്പൻ, തിരുവപ്പൻ എന്നീ തെയ്യങ്ങളും ഒരേ സങ്കല്പത്തിൽ കെട്ടിയാടുന്നതാണ്. പാടിക്കുറ്റി അമ്മയോട് പിരിഞ്ഞ് പൊയ്ക്കണ്ണുമായി പുറപ്പെട്ട ദൈവം തിരുവപ്പനാണെന്ന് പുറപ്പാട് കൊണ്ട് തന്നെ വ്യക്തമാണ്. ഈ ദൈവം തന്നെയാണ് മധുവൻ പനയുടെ മുകളിൽ കയറി കള്ളെടുത്ത് കുടിച്ചതും പനയുടെ മുകളിൽ കാണപ്പെട്ടതും. മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത്. സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായി ഒരു ഗുരു ദൈവമായാണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പനും മറ്റ് മുത്തപ്പനും വേറെ വേറെയാണ്. കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി എന്നർത്ഥം. സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിൽ നിന്നാണ് മുത്തപ്പൻ ഉണ്ടായതെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം. മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പനെന്നും വിശ്വസിക്കുന്നു. ഉത്തര കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ്. എന്നാൽ തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ
ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലങ്ങളിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറയുകയും ആശ്വാസം നേടാമെന്ന വിശ്വാസവുമാണ് ഭക്തരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. തിരുവപ്പന, വെള്ളാട്ടം എന്നീ രണ്ട് ദൈവിക രൂപങ്ങളുടെ അവതാരമാണ് ശ്രീ മുത്തപ്പൻ എന്നാണ് വിശ്വാസം. തിരുവപ്പന, വെള്ളാട്ടം എന്നീ ദ്വന്ദ്വ ദൈവിക രൂപങ്ങൾക്ക് മലബാറിലെ തെയ്യം കളിയാട്ടവുമായി സാമ്യമുണ്ട്. ശ്രീ മുത്തപ്പൻ ഒരു ദൈവമാണെങ്കിലും ഈ രണ്ട് ദൈവക്കോലങ്ങളെക്കുറിച്ചും വ്യക്തമായ വിശദീകരണങ്ങൾ ലഭ്യമാണ്. പൊതുവായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം അയ്യങ്കരിടത്ത് വാഴുന്നവർ വളർത്തിയ കുട്ടി തിരുവപ്പന എന്നും അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ തിരുവപ്പൻ വെള്ളാട്ടത്തെ പുരളിമലയിൽ വെച്ച് കണ്ടെത്തിയപ്പോൾ വാ ചെറുക്ക എന്നും ഒഴിഞ്ഞ് സഖ്യത്തിലാക്കിയെന്നാണ് പുരാവൃത്തം. അതിനാൽ കുന്നത്തൂർപ്പാടിയിൽ ഇവ രണ്ടും ഒന്നിച്ച് കെട്ടിയാടാറില്ല. പക്ഷേ തിരുവപ്പനെയും മുത്തപ്പൻ എന്ന് വിളിക്കാറുണ്ട്. തിരുവപ്പൻ്റെ ചെറുപ്പം പുതിയ മുത്തപ്പൻ എന്ന കോലസ്വരൂപത്തിലും കൗമാരം പുറങ്കാല മുത്തപ്പൻ എന്ന രൂപത്തിലും യുവരൂപം നാടുവാഴീശൻ തെയ്യം ആയും പിന്നീടുള്ള രൂപം തിരുവപ്പനായും കെട്ടിയാടിക്കുന്നു. കൂട്ടുകാരനായി കിട്ടിയ മുത്തപ്പനെ ചെറുക്കൻ എന്നാണ് വിളിക്കുക. നരച്ച മീശയും വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ മുടിയുമുള്ള ഈ രൂപമാണ് ശരിക്കുമുള്ള മുത്തപ്പൻ തെയ്യം. ഈ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഏത് സ്ഥലങ്ങളിലും കെട്ടിയാടാം. പക്ഷേ തെയ്യം ആരുടെ സ്ഥാനങ്ങളിലും മടപ്പുരകളിലും പൊടിക്കളങ്ങളിലും മാത്രം കെട്ടിയാടിക്കും. ഇത് കെട്ടാനുള്ള അധികാരം പെരുവണ്ണാൻ സമുദായക്കാർക്ക് മാത്രം. മുത്തപ്പനെക്കുറിച്ച് എനിക്കുള്ള ചെറിയ അറിവുകൾ വെച്ച് ഉണ്ടാക്കിയ ഈ വീഡിയോയിൽ പല തെറ്റുകളും കാണാം. എല്ലാം അറിയുന്ന മുത്തപ്പനും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളും ഇതിലെ തെറ്റുവ്യത്യാസങ്ങൾ പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.